നമസ്കാരം. തുടർച്ചയായ 3 മത്സരങ്ങളിലും 0-ന് പുറത്തായ ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ മോശം ഫോമിനെ കുറിച്ച് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് പലരും. അതിലിപ്പോൾ പ്രധാനമായി നിൽക്കുന്നത് മുൻ ഇന്ത്യൻ നായകനും സെലക്ഷൻ കമ്മിറ്റി ചെയർമാനുമായിരുന്ന കൃഷ്ണമാചാരി ശ്രീകാന്ത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പൊതുവെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം പുറത്തു പറയാനുള്ളത്. T20 റാങ്കിലെ 1-ാം നമ്പർ ബാറ്ററായ അഭിഷേകിന് ലോകകപ്പിൽ ഇതുവരെ ഒരു റൺസ് പോലും നേടാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വിമർശനത്തിന് കാരണം. നെതർലൻഡ്സിനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിലും 0-ന് പുറത്തായതിനു പിന്നാലെയാണ് ശ്രീകാന്ത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ താരത്തിന് ഉപദേശവുമായി രംഗത്തെത്തിയത്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല എന്ന് ശ്രീകാന്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ആദ്യ 2 കളികളിലും 0-ന് പുറത്തായ ഒരാൾ കുറഞ്ഞത് 2 പന്തെങ്കിലും നേരിടാൻ സമയമെടുക്കണം. കണ്ണൊന്ന് പിച്ചിൽ സെറ്റാകുന്നത് വരെ കാത്തിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് എടുത്തു പറയാം. ഭാഗ്യം കൂടെ ഇല്ലാത്ത സമയത്ത് ക്രോസ് ബാറ്റ് ഷോട്ടിന് മുതിരാതെ നേരെ കളിക്കാനാണ് ശ്രദ്ധിക്കേണ്ടതെന്നും നേരെ കളിക്കാൻ നോക്കണമെന്നും ശ്രീകാന്ത് താക്കീതോടെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ വർഷം കളിച്ച 8 ഇന്നിംഗ്സുകളിൽ 5-ലും അഭിഷേക് 0-ന് പുറത്തായ കാര്യം അദ്ദേഹം എടുത്തു പറയുകയും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. താരത്തിന്റെ സ്വാഭാവിക ശൈലി മാറ്റേണ്ടതില്ലെന്നും ആദ്യ പന്ത് മുതൽ അടിച്ചു കളിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമാണെന്നും ശ്രീകാന്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് എല്ലാ പന്തും അടിച്ചു തകർക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് അദ്ദേഹം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. മനസ്സ് നിയന്ത്രണത്തിലല്ലാത്തപ്പോഴാണ് ബാറ്റ് ഇങ്ങനെ അനാവശ്യമായി ചുഴറ്റുന്നത് പൊതുവെ കാണപ്പെടുന്നതെന്നും ശ്രീകാന്ത് കൂട്ടിച്ചേർക്കുന്നു. ഇഷാൻ കിഷനെ പോലെ ഒന്ന് സെറ്റാകാൻ സമയമെടുക്കൂ, 2-3 ബോളുകൾ ഫേസ് ചെയ്യൂ. നിരാശ ബാധിച്ച ഒരു താരത്തിന്റെ ലക്ഷണമാണ് അഭിഷേകിന്റെ പുറത്താകലുകൾക്ക് കാരണം എന്നത് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അഭിഷേകിന് പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട്. നല്ല ഫോമിലായിരിക്കുമ്പോൾ പുകഴ്ത്തുന്നവർ മോശം ഫോമിലാകുമ്പോൾ അത്ര തന്നെ ക്രൂരമായി വിമർശിക്കുമെന്നും താരം തന്നെ വ്യക്തിപരമായ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുമാണ് ശ്രീകാന്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് പലപ്പോഴായി വെളിപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒരുപോലെയുണ്ട്. ലോകകപ്പ് സൂപ്പർ 8-ലേക്ക് കടക്കുമ്പോൾ ഓപ്പണിംഗ് താരം ഇത്തരത്തിൽ പതറുന്നത് ടീമിനെ ബാധിക്കുമെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടെന്ന് കൃത്യമായി പറയാം. T20 ലോകകപ്പിൽ നെതർലൻഡ്സിന് ഇന്ത്യ 17 റൺസിനാണ് തോൽപ്പിച്ചത്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 193 റൺസ് അടിച്ചെടുക്കുകയും ചെയ്തു. ശിവം ദുബെയുടെ അർദ്ധ സെഞ്ചുറിയാണ് ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത് എന്നുകൂടി നമുക്ക് പറയാം. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ നെതർലൻഡ്സ് 20 ഓവറിൽ 176 റൺസിന് പോരാട്ടം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. നിത്യകാരണമായി തന്നെ പറയുകയും ഇതിനെക്കുറിച്ചുള്ള സംസാരം നിൽക്കുമ്പോഴും ഇന്ത്യക്ക് വേണ്ടി വരുൺ ചക്രവർത്തി 3-ഉം ശിവം ദുബെ 2, ജസ്പ്രീത് ബുംറ 1 വിക്കറ്റും വീഴ്ത്തിയതും നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെയും അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ല. എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുക തന്നെയാണ് ചെയ്യേണ്ടതെന്ന് എടുത്തു പറയേണ്ടതായിട്ട്.